വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ എന്തോ പരിപാടി എന്ന് വെച്ചാൽ വീണ്ടും ഒരു മോർണിംഗ് റൈഡ് ആട്ടോ. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കുണിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ഇപ്പോൾ സംഭവം ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവർ കേട്ടിട്ടുണ്ടാകും, പക്ഷെ എന്നാലും ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു പേരല്ലേ. അപ്പം കുണിഞ്ഞ് നമ്മുടെ രാമപുരത്തിനൊക്കെ അടുത്തല്ല, രാമപുരത്തിന് ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉണ്ടാകും കുണിഞ്ഞെന്ന് ഒരു സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പൊതുവേലി പള്ളിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഹാൻഡിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ പാർട്ണർ ഹലന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ. അതുപോലെ തന്നെ കഴിഞ്ഞ നാടുകാണി പോയപ്പോഴത്തേനും ഒരാളിനോട് ചോദിച്ചു, ബ്രോ എത്ര എലിവേഷൻ കിട്ടിയെന്ന് ചോദിച്ചായിരുന്നു. ഈ റൈഡിൻ്റെ അവസാനം എത്ര എലിവേഷൻ കിട്ടിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗായ്സ് ആസ് യൂഷ്വൽ നല്ല അടിപൊളി കയറ്റാണ്, പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കയറ്റമൊക്കെ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. എന്നടാ തള്ളിക്കൊണ്ട് തന്നെ എന്താ നിർത്തിയല്ല, നിന്ന് പോയതാ. കമോണ്ടർ മഹേഷേ, എത്തി ഗായ്സ്, എത്തി. നമ്മൾ ടോപ്പ് എത്തി. എൻ്റെ അടിയ അങ്ങനെ നമ്മൾ കയറ്റമൊക്കെ കയറി ഈ വഴിയുടെ ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ വഴി ഇങ്ങനെ പോവുകയാണ്, അതായത് ഒരു ഇന്ന സ്പോട്ടൊന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുവാണെങ്കിലും ഈ ഒരു സ്പോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കുണിഞ്ഞി വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് നമ്മളിപ്പോൾ കാണുന്നതാണ് ബാലൻസിങ് ആർട്ട്. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ പെഡൽ ഏതെങ്കിലും ഒരു പെഡലും കൊണ്ട് ടച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കുണിഞ്ഞി വ്യൂ പോയിൻ്റ് സ്പോട്ട് കഴിഞ്ഞു. നമ്മൾ വീണ്ടും നേരെ മുൻപോട്ട് പോട്ടെ മോനെ. ഇങ്ങോട്ട് മാറിയപ്പോൾ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. മണ്ട പോയ തെങ്ങ്, മണ്ട പോയ പന. അപ്പം ഇങ്ങനെ റൈഡ് ചെയ്ത് വന്നപ്പോൾ ഇടയ്ക്ക് മരമൊന്നും ഇല്ലാണ്ടൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി കേട്ടോ. 2 തെങ്ങ് മാത്രമേ ഉള്ളൂ. അതൊക്കെ പ്രൈവറ്റ് ഏരിയ കേട്ടോ. അതൊക്കെ ഫുള്ള് തേക്കാം. ഏതോ ഭാവിയിൽ കോടീശ്വരൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് ക്ലൈംബ് വരുന്നു. അപ്പോൾ ഈ ക്ലൈംബ് അങ്ങ് കയറി ചെന്ന ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമുക്കൊരു കടയോ ഒരു വീടോ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ലെഫ്റ്റ് എടുക്കാമെന്നാണ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ആ കടയുടെ ലെഫ്റ്റ് സൈഡ് വഴി നമ്മൾ ഈ വഴി ഇങ്ങനെ പോകണം. MTV ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് കയറി പോട്ടോ. നിങ്ങൾ കുറലങ്ങാട് എന്തോ? അതെ അതെ, ഈ ഇടയ്ക്കൊരു ചേച്ചിയായിട്ടൊന്ന് ചാറ്റ് ചെയ്യാൻ പോയതാണ്. ഗായ്സ് നമ്മുടെ ഹലനെ കാണുന്നില്ല കേട്ടോ. അവനങ്ങ് എത്തിയെന്ന് തോന്നുന്നു. പുള്ളി ഇവിടെ നല്ല തണുപ്പാണ്. ഞാൻ ഒരു ചേച്ചിയായിട്ട് ചെറിയൊരു ചാറ്റിങ്ങിൽ ഏർപ്പെട്ടതാ. നേരെ പോ. ഇടിച്ചോ? മൂക്കനട്ടാണോ? മുറിഞ്ഞോ? മുറിഞ്ഞില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ലല്ലോ. ഓക്കേ, എനിക്കൊന്ന് മറ്റടുത്ത് ആ മേളിൽ ഇച്ചോടെ 360 വ്യൂ കാണുമായിരിക്കും. മേളിൽ കയറാൻ നമുക്ക് കൊള്ളാം. സൂര്യൻ. ഗായ്സ് ഈ മരത്തിൻ്റെ കാ കണ്ടോ? ഇതെന്തോ ജപിച്ച് കിട്ടിയേക്കുന്നതെന്നാണ് അലൻ പറഞ്ഞത്.
ഇതെന്ത് പറയാൻ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇത് ആ കാണുന്ന ഒരു പച്ചപ്പിൻ്റെ ഒക്കെ അവിടെ ഉണ്ടോ, അതിൻ്റെയൊക്കെ മുകളിലായിട്ട് അതാണ് നമ്മൾ വന്നത്. അപ്പോൾ ആദ്യം നിന്നൊരു സ്പോട്ടിൽ കുണിഞ്ഞി വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? ഓഫ് റോഡിങ്, ഓഫ് പാറ. ഏയ്, അപ്പം നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്നും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് എന്തോ വെള്ളം നീക്കി പറയുന്നത് കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്നത്. അപ്പോൾ താഴത്ത് ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ചോദിക്കാം സ്ഥലത്തിൻ്റെ പേരെന്താന്ന്, എന്നിട്ട് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും കുണിഞ്ഞി വ്യൂ പോയിൻറ്റിനേക്കാളും നല്ലൊരു സ്പോട്ട് കേട്ടോ അത്. നൈസ് കേട്ടോ. ഇപ്പോൾ അല്ല ഇതിലൊരു വഴി കാണുന്നുണ്ട്, ഇതാണോ എന്ന് ചോദിക്കാം. ഇത് കയറിപ്പോയാലോ? അതെ, ഇതിൽ കയറിപ്പോ. എക്സ്പ്ലോറിങ് ദ അൺഎക്സ്പ്ലോർഡ് റോഡ്. വഴി തീരുമാനിക്ക, ഇങ്ങോട്ട് വഴിയില്ല, അവിടെ വഴിയില്ല. വഴിയുണ്ടോ? വഴിയുണ്ടോ? വഴി തീർന്നോ? ഒരു കട്ടറുണ്ട്, പക്ഷെ ജാടി അപ്പുറം എന്നാലും താഴത്തോട്ടിറങ്ങാൻ തോന്നുന്നില്ല. ആണോ? എന്നാൽ ഞാനൊന്ന് പോയിട്ടില്ല. പോണോ? ഓക്കെ. ബ്രേക്ക് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതേ പറയുന്നത്. ഓ, ഇതായിരുന്നല്ലേ മറ്റേ സംഭവം? അല്ലല്ലോ. അല്ല, ഇത് നീ പറഞ്ഞ ആദ്യം കണ്ട വഴിയില്ലേ, കമ്പ് അവിടെ ഒടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം വന്ന സ്പോട്ട്, കുണിഞ്ഞി വ്യൂ പോയിൻ്റ് എന്ന് കാണുന്നത്. യെസ്, ബൈ ബൈ കുടുങ്ങി. ഓട്ടോ കരിഞ്ഞിറങ്ങോ. എൻ്റെ അമ്മ പൊള്ളി കിട്ടു. അത് നിന്റെ അല്ല, അത് ഓട്ടോടെ. ആ, ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തിയപ്പോഴത്തേനും ഇത് ഒരു വീടിനോട് ചേർന്നൊരു ടീ ഷോപ്പ് ഉണ്ട്. ചേട്ടനോട് 2 ചായ പറഞ്ഞ് ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക്.
കാണുന്നില്ല. ഓക്കെ നേരെ പോ